നമ്മളിന്ന് ഉണ്ടാക്കുന്നത് റിച്ച് പ്ലം ആണ്. റിച്ച് പ്ലമ്മിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഞാൻ നീട്ട് തന്നിട്ടുണ്ടായിരുന്നല്ലോ. റിച്ച് പ്ലമ്മിന് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത്, അത് സോക്ക് ചെയ്യുന്ന വിധങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് നേരത്തെ വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വൈകിട്ടാകുമ്പോഴത്തേക്ക് സെൻഡ് ചെയ്ത് തരാറ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനുള്ള ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. ക്യാരമൽ സിറപ്പ് നമുക്ക് വാങ്ങിക്കാനും കിട്ടും, പിന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലത്. അത് എഴുതിയെടുത്തോ കേട്ടോ. ക്യാരമൽ സിറപ്പിൻ്റെ ഷുഗർ 1 കപ്പ്, 250 ml കപ്പിന് 1 കപ്പ് ഷുഗർ. വാട്ടർ അര കപ്പ് എന്ന് പറയുമ്പോൾ 7 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മളത് ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു ഫ്രൈ പാനിലോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ആദ്യം ഈ ഷുഗർ ഇടുക. ഷുഗർ ഇട്ടിട്ട് ഫ്ലെയിം നല്ല കൂട്ടി വെച്ചേക്കുക ആദ്യം. എന്നിട്ട് ഷുഗർ നല്ല നിരത്തി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് അതൊന്നിങ്ങനെ മെൽറ്റായി തുടങ്ങുമ്പോഴത്തേക്ക്, മെൽറ്റായി സൈഡിൽ നിന്നൊക്കെ മെൽറ്റായി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ സിമ്മിലേക്ക് ഇട്ടേക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും, മറ്റേ ആ കയറ് കയ്പ് ടേസ്റ്റ് വരും. എന്നിട്ട് ആ സിമ്മിലിട്ട് പതിയെ പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഒന്ന് അലിഞ്ഞ് വന്ന് തുടങ്ങുമ്പോൾ വേണം അതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മളതൊന്ന് പതിയെ ഇളക്കി കൊടുത്ത് എല്ലാം നല്ല നന്നായിട്ടെല്ലാം മെൽറ്റായി വന്നു കഴിയുമ്പം അതിൽ നിന്ന് നമുക്ക് മെൽറ്റായി കഴിയുമ്പോഴത്തേക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ്, ഒരു ബ്രൗൺ കളർ വന്ന് തുടങ്ങും. ആ നല്ല ബ്രൗൺ കളർ വന്ന് നല്ല പതമാതിരി തിളച്ചു വരും, നിറച്ച് പതമാതിരി തിളച്ചു വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊരു ദൂരത്തേക്ക് ഒന്ന് മാറി നിന്നിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക. അതാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് ഗ്യാസിനടുത്ത് താഴെ ഇറക്കി വെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നീങ്ങി എന്ന് വേണം എപ്പോഴായാലും വെള്ളം ഒഴിക്കാനായിട്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതൊന്ന് കട്ട പിടിക്കണം മാതിരി തോന്നും. അത് കണ്ട് പേടിക്കണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക, ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോഴത്തേക്ക് അത് നല്ല ലിക്വിഡായിട്ട് വരും. അപ്പോൾ നല്ലൊരു കളർ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല കളർ ഷെയ്ഡിലുണ്ടാവുന്നത്. അത്രയേ ഉള്ളൂ ക്യാരമൽ സിറപ്പിൻ്റെ. മനസ്സിലായോ ക്യാരമൽ സിറപ്പ്? ഓക്കെ അല്ലേ? എല്ലാവരും എഴുതിയില്ലേ ക്യാരമൽ സിറപ്പ്? എഴുതിയോ? എഴുതി. അടുത്ത നമ്മൾ സോക്ക് ചെയ്യണ വിധം ഞാൻ നിങ്ങൾക്ക് 2 ടൈപ്പിൽ സോക്ക് ചെയ്യണ വിധം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വൈനിൽ സോക്ക് ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒന്ന് നമ്മുടെ റമ്മിൽ സോക്ക് ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ജ്യൂസിൽ സോക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഓറഞ്ച് ജ്യൂസിലാണെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഇന്ന് കൊടുക്കാനുള്ള ഒരു കേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ തലേന്ന് തന്നെ ഓറഞ്ച്, ഏതിന്, നമ്മുടെ ഷുഗർ സിറപ്പിനാണോ, വൈറ്റ് ഷുഗർ. അപ്പോൾ നമ്മൾ ഓറഞ്ച് സോക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് സോക്ക് ചെയ്യാനെല്ലാം ഇട്ട് വെച്ച് ജ്യൂസ് ഒഴിച്ചതിന് ശേഷം, ജ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലർ ചോദിക്കുന്നുണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മറ്റേ പാക്കറ്റ് ജ്യൂസ് ആണോ? അല്ല, നമ്മൾ ഓറഞ്ച് വാങ്ങിച്ച് അത് അടിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് വെള്ളം ചേർക്കാതെ തന്നെ അത് അടിച്ചെടുത്തിട്ട് ആ ജ്യൂസിൽ വേണം നമ്മൾ സോക്ക് ചെയ്യാനായിട്ട്. മനസ്സിലായി? അല്ലാണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന എളുപ്പപ്പണിക്കൊന്നും നിൽക്കണ്ട. കടയിൽ നിന്ന് മേടിക്കുന്ന ആ ജ്യൂസിൽ വെച്ചിട്ടൊന്നും സോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ജ്യൂസിൽ നമ്മൾ സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ പുറത്ത് വെക്കാം. അതിനുശേഷം അതെടുത്ത് നല്ലോണം കവർ ചെയ്തിട്ട് ഒരു ക്ലിൻ ഫിലിമോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ അതിൻ്റെ മൂടി ഒന്ന് കവർ ചെയ്തതിന് ശേഷം അത് നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്ന് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ എടുക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ടെല്ലാം സോക്കായിട്ട് ഇരുന്നോളും. പിന്നെ അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസിനേക്കാളും ഏറ്റവും നല്ലത് മുന്തിരി ജ്യൂസിലാണെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു കയ്പൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ആ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ ആ മുന്തിരി ജ്യൂസിൽ നമ്മൾ സോക്ക് ചെയ്യുന്ന സാധനം, മുന്തിരി ജ്യൂസിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരാഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാൻ പറ്റും സോക്ക് ചെയ്യാനായിട്ട്. മുന്തിരി ജ്യൂസ് അടിച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ സോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം ഈ സോക്ക് ചെയ്തത്. മനസ്സിലായോ? ആ ഒരാഴ്ച നമുക്ക് എടുത്തത് തീർത്താൽ മതി. പക്ഷേ ഓറഞ്ച് ജ്യൂസിലാകുമ്പോഴത്തേക്ക് ഇരിക്കുന്നതോറും അതിന് കയ്പ് വരും. അതുകൊണ്ട് ഓറഞ്ച് ജ്യൂസിൽ അധികം ദിവസം വെച്ചേക്കാൻ പാടില്ല. മുന്തിരി ജ്യൂസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം, ഒരു കുഴപ്പമില്ല അതിൽ. പിന്നെ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നനഞ്ഞ സ്പൂൺ കൊണ്ടോ ഒന്നും എടുക്കാൻ പാടില്ല. ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ, അതിൻ്റെ തവി ഏതാണെങ്കിലും ഡ്രൈ ആയിട്ടുള്ളത് തന്നെ വേണം. പിന്നെ ഇതിൽ എല്ലാത്തിലും ബെറ്റർ നമ്മൾ വൈനിൽ സോക്ക് ചെയ്യണത് അല്ലെങ്കിൽ റമ്മിൽ സോക്ക് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ നമ്മുടെ ഈ മുന്തിരിയുടെ ജ്യൂസ് നമ്മൾ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് ആയതിന് ശേഷം ആ ചൂടോടുകൂടി തന്നെ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ നമുക്ക് നമ്മുടെ ഈ വൈൻ വെച്ചിട്ട് കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 ദിവസം, എന്നും 2 ദിവസം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും, തന്നെയല്ല നല്ല ടേസ്റ്റി ആയിരിക്കും കേക്ക്. ശരിക്കും കേക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാനാണ് ടേസ്റ്റ്, നമ്മുടെ പ്ലം കേക്ക്. അപ്പോൾ ഈ 2 ദിവസം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വൈൻ വെച്ചിട്ട് അതൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മോൾ ഭാഗം ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? അതിപ്പോൾ വൈൻ അല്ലെങ്കിൽ റമ്മാണെങ്കിലും വെച്ചിട്ടൊന്ന് സോക്ക് ചെയ്യാം, നല്ലതാണത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ സോക്ക് ചെയ്യണ വിധം, ക്യാരമൽ വിധം മനസ്സിലായല്ലോ രണ്ടും. നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എഴുതിട്ടോ. മൈദ 1.5 കപ്പ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം സോക്ക് ചെയ്തതാണത്.
നമ്മൾ ഈ വർഷം ഇടുന്നത് അടുത്ത വർഷത്തേക്ക് എടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുന്നത്. മനസ്സിലായോ? ഈ വർഷം എടുത്ത് ഈ വർഷം നമ്മൾ ഇടുന്നത് പിറ്റത്തെ വർഷത്തേക്ക് എടുക്കണം. അങ്ങനെ വേണം സോക്ക് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ ഇരിക്കുന്തോറും ഇത് നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ട് ആ കേക്കിന് അത്രയും ടേസ്റ്റ് വരുവാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളിപ്പോൾ കുറച്ച് കൂടുതൽ മേടിച്ചെന്ന് വെച്ചിട്ടോ കുറച്ച് ബാക്കി വന്നെന്ന് വെച്ചിട്ടോ ആരും മേടിക്കേണ്ട കാര്യമില്ല. അത് അങ്ങനെ തന്നെ വെറുതെ അടച്ച് വെച്ചാൽ കൂടിയിട്ട് ഇങ്ങനെ വെറുതെ അടച്ച് വെച്ചാൽ മാത്രം മതി. ഇരിക്കുന്തോറും ഈ സാധനം ടേസ്റ്റ് കൂടി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആരും മേടിച്ച് വെച്ചത് കൂടുതലായി പോയി എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇത് കഴിഞ്ഞ ക്രിസ്മസിന് ഉണ്ടായിരുന്നതിൻ്റെ ബാക്കിയാണത്. ഇതുപോലത്തെ 2-3 കുപ്പി ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നല്ലോ, അതല്ലേ സ്റ്റോളിന് ഉണ്ടായിരുന്നത്. അപ്പോൾ മൈദ 1.5 കപ്പ്, ബേക്കിംഗ് പൗഡർ 1.5 കപ്പ്, 1.5 കപ്പടി. ഇത് സോക്ക് ചെയ്ത് വൈനിൽ സോക്ക് ചെയ്തതാണിത്. ഇതുപോലെ വൈനിൽ സോക്ക് ചെയ്തതുകൊണ്ട് റമ്മിൽ സോക്ക് ചെയ്തതുകൊണ്ട്. കാരണം നമുക്ക് സെയിലൊക്കെ ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ റമ്മിൽ സോക്ക് ചെയ്തും വെക്കും, വൈനിലും സോക്ക് ചെയ്ത് വെക്കും. സ്റ്റോളിലൊക്കെ നമുക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ കുറേ കേക്കുകൾ കൊണ്ടുപോയി വെക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതുമാതിരി റമ്മിലും വൈനിലും രണ്ടും സെപ്പറേറ്റ് ആക്കി തന്നെ സോക്ക് ചെയ്ത് വെക്കും. ഏറ്റവും കൂടുതൽ സെയിൽ നടത്തിയുള്ള മൊമെൻറ്റേ കിട്ടിയത് ക്ലാസ് 13 ടൈപ്പ് കേക്കുകളുണ്ടായിരുന്നു. വെറൈറ്റി കേക്കുകൾ. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഈ സ്പൂണിന് ഈ 2.5 ml എന്ന് പറഞ്ഞ സ്പൂണിന് ഒരു സ്പൂണാണ് 1 ടീസ്പൂൺ എന്ന് പറയുന്നത്. അതെ. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. അതായത് നമ്മുടെ ഈ 1 ml സ്പൂണിന് 1 സ്പൂണാണ്. നമ്മൾ പറയുമ്പം ഇതിൻ്റെ സ്പൂണിന് ഈ 2.5 ml സ്പൂൺ എന്ന് പറയുമ്പം അതിന് 1/2 സ്പൂണെന്ന് 1 ml സ്പൂൺ 1/4 ടീസ്പൂൺ എന്ന് പറയാറ്. നമ്മുടെ ഈ സ്പൂണിന് പറയുമ്പോൾ അതൊക്കെ അറിയാമല്ലോ, നമ്മുടെ മറ്റേ കഴിക്കുന്ന ക്ലാസ്സിനൊക്കെ പറഞ്ഞു തന്നാണല്ലോ. എഗ്ഗ് 3, ബട്ടർ 100 ഗ്രാം. നമുക്കതിപ്പോൾ ബട്ടറിലാണെങ്കിലും ഓയിലാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ കടക്കാരൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഇത് ഓർഡറുകൾ ഒരുപാട് വരികയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറച്ച് കൊടുക്കണം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മാർജിനും വെച്ച് ചെയ്യാം. കടക്കാർ ചെയ്യുന്ന മാർജിനും വെച്ചിട്ടാണ്, ബട്ടർ വെച്ചിട്ട് അവരൊരിക്കലും ചെയ്യില്ല. കാരണം അവർക്ക് മുതലാവുണ്ട് ബട്ടർ വെച്ച് ചെയ്യാം. മാർജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബട്ടറിൻ്റെ അതിന് വൈറ്റ് കളറിൽ ഇരിക്കുന്ന ഒരു സാധനം, അതിന് വിലക്കുറവാണ്. അപ്പോൾ അത് വെച്ചിട്ട് അത് ശരിക്കും നല്ലതൊന്നും അല്ലത്. അതുകൊണ്ട് ഹോം മെയ്ഡുകാരും മിക്കവാറും അതൊന്നും ഉപയോഗിക്കാറില്ല. ഞാനൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ നമുക്ക് ബൾക്ക് ഓർഡർ വന്നിട്ട് നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കണം എന്ന് പറയണവർക്ക് മാത്രം നമ്മൾ ആ മാർജിന് വാങ്ങിച്ചിട്ട് ചെയ്യാം. അല്ലാണ്ട് നമുക്ക് ബട്ടറിൽ ചെയ്തിട്ട് വില കുറച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. പിന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്താ ലാഭം കിട്ടണത് അതല്ലേ. മാർജിൻ എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല സാധനം. മാർജിൻ എന്ന് പറഞ്ഞാൽ ഒരു ടിന്നായിട്ട് ഇങ്ങനെ കിട്ടും. പിന്നെ അല്ലാണ്ട് നമുക്ക് 1/2 കിലോയോ 1/4 കിലോയോ ഒക്കെ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ അത് നമ്മൾ മേടിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ബട്ടറിൻ്റെ എസൻസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ബട്ടറിൻ്റെ എസൻസ് 1-2 ഡ്രോപ്സ് കൂടി ആഡ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ബട്ടർ ചേർക്കണ മാതിരി തന്നെ സംഭവം അതുമാതിരി തന്നെയുണ്ട്. പക്ഷേ ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മൾ ബട്ടറിൽ ചെയ്യണതും അതിൽ ചെയ്യണം തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. സംഭവം രണ്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. അതിന് റേറ്റ് കുറവാണ്. മനസ്സിലായില്ലേ? പിന്നെ സിനമൺ പൗഡർ പട്ട പൊടിച്ചത് 1/4 ടീസ്പൂൺ. ക്ലൗ പൗഡർ അതായത് ഗ്രാമ്പൂ 1/4 ടീസ്പൂൺ. ഇത് നമ്മുടെ ജാതിക്കയുടെ കുരു പൊടിച്ചുണ്ടല്ലോ, ജാതിക്കയുടെ ഒരു കുരു ഉണ്ടല്ലോ കറുത്ത കളറിലുള്ളത്, അതിൻ്റെ ഉള്ളിലത്താണ് ഇടുന്നത്. അത് പൊട്ടിക്കുക. അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അത് പൊടിച്ചെടുത്തിട്ട് പക്ഷെ അതിൻ്റെ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഒരു പിഞ്ച് ഇട്ടാൽ മതി. കാരണം അതിന് ഭയങ്കര കുത്തൻ വരും. സോൾട്ട് 1 പിഞ്ച്. വാനില എസൻസ് 1 ടേബിൾ സ്പൂൺ. വാനില എസൻസ് കാരമൽ സോസ് 3/4 കപ്പ്. കാരമൽ സോസ് എഴുതിയോ? കാരമൽ സോസ് അല്ല, കാരമൽ സിറപ്പ്. സോസ് വേറെയാണോ സിറപ്പ് വേറെ? പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് 1 കപ്പ്. റിച്ച് പ്ലമ്മിനാകുമ്പോഴത്തേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് അധികം വരും കേട്ടോ. പിന്നെ വന്നത് ഷുഗർ പൗഡർ 1/2 കപ്പ്.
ചെയ്ത് തുടങ്ങി. ഗ്രാം ബട്ടർ എടുത്ത് അതിലേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് കൊടുക്കാം. അരക്കപ്പ് മാത്രമായത് നമുക്ക് ഷുഗർ സിറപ്പ് അല്ല, ഷുഗറിൻ്റെ കാരമൽ സിറപ്പ് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അരക്കപ്പ് തേക്കുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഐറ്റം കൂടി ആഡ് ചെയ്യാൻ കാണിച്ചു തരാം. ഒരു എസൻസ് വാങ്ങിക്കാൻ കിട്ടും, റിച്ച് പ്ലമിന്റെ എസൻസ് വാങ്ങിക്കാൻ കിട്ടും. ഇതുണ്ടോ എസൻസ് നമുക്ക് പലത് കിട്ടും. റമ്മിന്റെ എസൻസ് കിട്ടും, റിച്ച് പ്ലമിന്റെ എസൻസ് കിട്ടും, ഇതിന്റെയൊക്കെ എസൻസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഫ്രൂട്ട്സിന്റെ എസൻസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ നമുക്ക് ഇത് ഒരു 2 ഡ്രോപ്സിൽ ആഡ് ചെയ്തിട്ട് നല്ലൊരു സ്മെല്ല് കിട്ടും. നമുക്ക് ആദ്യം ഇത് ബീറ്റ് ചെയ്യാം. നമുക്കത് ബട്ടർ ഒന്ന് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് എഗ്ഗ് പൊട്ടിച്ച് വെക്കുമ്പോഴത്തേക്ക് ഓരോന്ന് വീതം പൊട്ടിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബട്ടർ നമുക്ക് കൂടുതൽ ചേർത്തില്ലെങ്കിൽ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബട്ടർ കുറച്ച് ചേർത്തിട്ട് ബാക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ നിങ്ങൾ എഴുതി വെച്ചോട്ടോ, ആവശ്യം വരുന്നതൊക്കെ. നിങ്ങൾ ഇപ്പോഴല്ല, കുറച്ചും കൂടി ഒക്കെ നല്ല സെയിലൊക്കെ ആയി വരുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒരു ഓർമ്മയിൽ കിട്ടും. ഏറ്റവും നന്നായിട്ടും ഏറ്റവും ടേസ്റ്റോടുകൂടിയും ഏറ്റവും ചിലവ് കുറച്ചും എങ്ങനെ ചെയ്ത് കൊടുക്കാമെന്നുള്ളതൊക്കെ നിങ്ങൾ ആ രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. അതുകൊണ്ടല്ലേ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാടുവിടുന്നത്. നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രയോജനം വേണം. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നതും ഏറ്റവും നല്ല ടേസ്റ്റിൽ ചെയ്ത് കൊടുക്കുകയും വേണം നമ്മൾ. എന്നാൽ നമുക്ക് നല്ല ലാഭത്തിൽ പോകണം. ആ രീതിയിൽ വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇതിനകത്തേക്ക് നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം
എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 2 ഡ്രോപ്സ് ഒക്കെ ആഡ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര കുത്തൽ വരും. കാരണം നമ്മൾ ഇതിനകത്ത് സിനമൺ പൗഡറും എല്ലാം ചേർക്കുന്നതാണല്ലോ, അതുകൊണ്ട് അത് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കാരമൽ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ പലരുടെയും ഒരു ഡൗട്ടുള്ളൊരു കാര്യമാണ്, ഇതുപോലെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് ഇത് ഈ ബട്ടർ ഇങ്ങനെ പിരിഞ്ഞ് വരണല്ലോ എന്ന് പറയും. അത് കുഴപ്പമൊന്നുമില്ല. എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണത്, ഇങ്ങനെ പിരിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അത് എന്തെങ്കിലും ചീത്ത ആയതുകൊണ്ടാണോ എന്നൊക്കെ. ഒന്നുമല്ല, നമ്മൾ ബട്ടർ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് അതങ്ങനെ വരും. നമ്മൾ ഈ എസൻസ് ഇതെല്ലാം ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അങ്ങനെ വരുന്നതാണ്. അതുകൊണ്ട് അത് ഓർത്ത് ആരും ടെൻഷൻ ആകണ്ട. അത് കവന്നിട്ട് ഈ ഉണ്ടാക്കിയത് കൂടെ എടുത്ത് കളയാനും നിൽക്കണ്ട. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കാരമൽ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഉണ്ടാക്കാനുള്ള സമയത്തിൻ്റെ കുറവ് കാരണം ഞാനിത് വാങ്ങിച്ചത്. പക്ഷെ വാങ്ങിച്ചതിന് ചിലത് വാങ്ങിക്കുമ്പോൾ നല്ല കളർ കിട്ടും കേട്ടോ. ചിലത് ഇന്നിപ്പോൾ വാങ്ങിച്ചതിന് ഒട്ടും കളറില്ല, അതിന്. ഉണ്ടാക്കിയെടുക്കാനുള്ള സമയം ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ ഉണ്ടാക്കിയില്ല. കളറ് കുറവുണ്ടോ? ഇങ്ങനെയല്ല, നമ്മുടെ സാധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സിറപ്പാണെങ്കിൽ നല്ല കളർ കിട്ടും. സമയം കിട്ടാൻ ഞാൻ ഉണ്ടാക്കുന്നു. നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 3/4 കപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടു, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പട്ട, ഗ്രാമ്പു പൊടിച്ചത് രണ്ടും കൂടി 1/4 ടീസ്പൂൺ അല്ലായിരുന്നു. അപ്പോൾ ഞാനിതിന് 1 ടീസ്പൂൺ എടുക്കുന്നു. കാരണം അതിൽ കുറച്ച് നല്ല ഫൈൻ പൗഡർ അല്ല, കുറച്ച് കരികളുണ്ടാവും. അതുകൊണ്ട് ഒരു 1.25 സ്പൂൺ എടുക്കും. നല്ലതുപോലെ പൊടിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഇതെല്ലാം കൂടി ഞാൻ പൊടിച്ച് വെച്ചിരുന്നതാണത്. അതിൽ തരികളൊന്നും ആക്കണമല്ലോ, പൊടിച്ചൊക്കെ
നല്ല ഫൈൻ പൗഡറായിട്ട് കൊണ്ടിട്ടുണ്ടാവുക. നമ്മുടെ ബാറ്റർ എപ്പോഴും ഇതുപോലെ തിക്കായിട്ടിരിക്കണം. കണ്ടാ, ഇത് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ വിട്ടേ വീഴാൻ പാടുള്ളൂ. ഇതായിരിക്കും നമ്മുടെ ബാറ്ററിൻ്റെ പരിപാടി. അതല്ലാണ്ട് വരുമ്പോഴത്തേക്കാണ് ചിലർ പറയും അടിയിലേക്ക് സോക്ക് ചെയ്തതെല്ലാം അടിയിലേക്ക് ഫ്രൂട്ട്സ് എല്ലാം അടിയിലേക്ക് പോയി തന്നു കിടക്കുന്നുള്ളൂ. അതിൻ്റെ സംഭവം അതാണ്. നന്നായിട്ട് അതിൻ്റെ ബാറ്ററിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ലൂസായിട്ട് വന്ന ബാറ്റർ ആകുമ്പോഴത്തേക്കാണ് അങ്ങനെ വരുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു കപ്പ് ഇത് തന്നപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും. ഞാനൊരു കപ്പ് ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. കണ്ട ഇതിൻ്റെ കളർ കണ്ട, അതാ ഇരുന്ന് സോക്കായി വന്നതിൻ്റെയാണത്. ഇത്ര ദിവസം 10 നാൾ ഇരുന്നില്ല, ഒരു വർഷം ഇരുന്നില്ല. സോഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് നട്ട്സ് ഇടില്ല. നട്ട്സ് അത് കഴിഞ്ഞതിന് ശേഷം നട്ട്സ് ഇടുള്ളൂ. ഉണ്ടാക്കുന്ന ടൈമിലായിരിക്കും നമ്മൾ നട്ട്സ് അത് ഇടാനായിട്ട്. ഇതിപ്പം ചെറുതല്ല ഞാൻ വാങ്ങിച്ചേക്കണത്, വലുതാണ്. ഇതിൻ്റെ ചെറുത് നുറുക്കി ടൈപ്പുള്ള കിട്ടും. അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതുമാതിരി നമ്മൾ പൊടിച്ചിട്ടുണ്ട്. ബാറ്ററി ഉണ്ടോ? ഇതേമാതിരി ഇരിക്കണം ബാറ്ററി. കളർ കുറഞ്ഞിരുന്നു. നമുക്ക് ഇതേപോലത്തെ മോൾഡ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതേപോലത്തെ മോൾഡ് വാങ്ങിക്കാൻ കിട്ടും. 1 kg കിട്ടും, 1/2 kg കിട്ടും, 4 കിലോത്തിൻ്റെയോ എങ്ങനത്തെ വേണമെങ്കിലും നമുക്ക് ഇതുപോലത്തെ മോൾഡുകൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ മോൾഡിൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇരുന്നോളൂ. അത് വെച്ചിട്ട് ഇത് നമ്മൾ ഈ മോൾഡിൽ തന്നെ വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് അതുപോലെ തന്നെ നമ്മൾ കവർ ചെയ്യണപ്പോൾ ഇത് നാളെ ഞാൻ കാണിച്ചു തരാം. അത് നാളെ കഴിഞ്ഞുള്ള ക്ലാസ്സിൽ കാണിച്ചു തരാം എങ്ങനെയാണ് കവർ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളൊരു കസ്റ്റമറിന് എങ്ങനെ കൊടുക്കണം എന്നുള്ളതിൻ്റെ കാണിച്ചു തരാം. ഇങ്ങനത്തെ മോൾഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മോൾഡ് ബട്ടർ പേപ്പറിൻ്റെ മോളിൽ മാത്രം നമ്മൾ ഓയിൽ. ഇത് പേപ്പർ മോൾഡാണ്, പേപ്പർ മോൾഡ്. ഇതിൻ്റെ തന്നെ നമുക്ക് ഇതുപോലത്തെ കിട്ടും, പിന്നെ സ്ക്വയറിൻ്റെ കിട്ടും. ഏതൊരു ഷേപ്പിലുള്ള വേണമെങ്കിലും നമുക്ക് ഇതുപോലത്തെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതുപോലത്തെ വാങ്ങിച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി നല്ലത്. മറ്റേ നമ്മുടെ മോൾഡിൽ നിന്നെടുത്ത് മാറ്റി ഒക്കെ വെച്ചിട്ടൊക്കെ വേണമല്ലോ. ഇതാകുമ്പോൾ ഇതായിരിക്കും ഒന്നുകൂടി നല്ലത്. ചെയ്ത് കൊടുക്കാൻ നല്ലത് ഇങ്ങനത്തെ മോൾഡാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടത്തിൽ ബട്ടറാണിട്ട് റെഡി ചെയ്യുന്നത്. ഓയിൽ മതി കേട്ടോ. ബട്ടറൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ പോലെ. പക്ഷേ ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം ബട്ടർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും.
അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നട്സ് വെച്ച് കൊടുക്കാം. ഇപ്പം എനിക്ക് കളറ് ഇല്ലാത്തതാണ് സുഖമുണ്ട്. നമ്മളിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് കളറാണ്. ഒരു കിലോ 835 ഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത മെഷർമെൻറ്റിൽ വെച്ചിട്ട് പറയുമ്പോൾ നമുക്ക് 1 കിലോത്തിൻ്റെ കേക്കാണ് കേട്ടോ കിട്ടുക. മനസ്സിലായല്ലോ? അപ്പം 835 ഗ്രാം ഉണ്ട് ഇപ്പം ഞാനിപ്പോൾ എടുത്തേക്കണത്. 800 ഗ്രാം എന്ന് പറയുന്നതാണ് നമ്മുടെ 1 കിലോ കേക്ക്. മനസ്സിലായില്ലേ? മനസ്സിലായല്ലോ? അത് ഞാനത് വെച്ചിട്ട് വരാം. ഇതുണ്ടോ? ഇതുണ്ടല്ലേ? അത് 180 ഡിഗ്രിയിൽ അതിപ്പോൾ ഓരോരുത്തരെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഓരോരുത്തരെ ഓവൻ OTG എങ്ങനെയാണോ ആ ഒരു അളവിലായിരിക്കും അതിൻ്റെ ഇത് ഹീറ്റ് വരുന്നത്. എന്തെങ്കിലും വെക്കുമ്പോഴത്തേക്ക് ഞാൻ മോർഫീഡ് ആണെന്നുണ്ടെങ്കിൽ 180-ൽ 45 മിനിറ്റാണ് കൊടുക്കുന്നത്. ഈ 45 മിനിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞത് തന്നെ നമ്മൾ ആദ്യം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റോളം നമ്മൾ ആദ്യം താഴെ മാത്രമുള്ള കോയിൽ കൊടുക്കും. ഒന്ന് നന്നായിട്ട് ഹീറ്റ് ആയേക്കാം, ഒന്ന് ഉള്ളക്കം എന്ത് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളത് കോയിൽ മാറ്റി കൊടുക്കും, താഴെ മുകളിലുള്ള കോയിലേക്ക് മാറ്റി കൊടുക്കും. അപ്പോഴേ ആ മോൾ ഭാഗമൊക്കെ ഒന്ന് നല്ല കളറിൽ വരുള്ളൂ. മനസ്സിലായോ? താഴെ മുകളിലുള്ള കോയിൽ നമ്മൾ വെച്ച് കൊടുക്കണം. പിന്നീട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് നമ്മൾ മാറ്റി കൊടുത്താൽ മതി. അത് മനസ്സിലായോ? ഹീറ്റ് കൂടുതലുള്ളവരുടെ ഇപ്പോൾ പുതിയ ഈ OTG മേടിച്ചവർക്കൊക്കെ നല്ല ഹീറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ 180-ലൊന്നും വെക്കരുത്, 160 അല്ലെങ്കിൽ 150 വെച്ചിട്ട് താഴെ മുകളിലുള്ള കോയിൽ കൊടുത്താൽ മതി. കാരണം മനസ്സിലായോ? ഗ്യാസ് സ്റ്റോപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറാണ് വേണ്ടത്. 1 മണിക്കൂർ ചിലപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കാം. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി വെക്കുക. അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യാം ഇത്. ഇപ്പം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മുടെ ഇത് ചെയ്യുന്നില്ലേ, ഏത് കപ്പ് കേക്ക് ചെയ്യാറില്ലേ? ഉണ്ടോ ഇല്ലയോ? ഞാൻ ചോദിക്കണേ, ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, എനിക്ക് റിപ്ലൈ കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിച്ചോണ്ടേ ഇരിക്കുന്നത്, റിപ്പീറ്റ് ചെയ്തോണ്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡ്, ആ ഒരു പേപ്പർ മോൾഡ് തന്നെയാണല്ലോ ഇത്. അപ്പോൾ ഇത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യാം. മനസ്സിലായില്ലേ? ഇപ്പം ഈ ചെയ്തെടുത്തോളം ഞാൻ ചെയ്തേക്കണത്